പിക്ചർ അബീബി ബാക്കി ഹേ ബായ്. അതെ, പാകിസ്ഥാൻ ഇതുവരെ കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ്. ഇന്ത്യയുടെ കരുത്ത് പാകിസ്ഥാൻ അറിയാൻ പോകുന്നത് ഇനിയായിരിക്കും. എന്നാൽ 40,000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാനൊരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യ. സായുധ സേനകൾക്കുള്ള അടിയന്തര ആയുധ സംവരണ അധികാരം വഴിയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നത്. അതേസമയം ആവശ്യമെങ്കിൽ ഇനിയും കൂടുതൽ തുക അനുവദിക്കുമെന്നാണ് വിവരം. എന്തെന്നാൽ പാകിസ്ഥാനുമായി ധാരണയായെങ്കിലും അത് എത്ര കാലം എന്ന ചോദ്യം ഇനിയും ബാക്കിയാണ്. അതുകൊണ്ടാണ് സായുധ സേനകൾ അടിയന്തര ആയുധ സംവരണ അധികാരം ഉപയോഗിച്ച് 40,000 കോടിയിലേറെ രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നത്. കാമിക്കേസെ ഡ്രോണുകളും നിരീക്ഷണ ഡ്രോണുകളും പീരങ്കി ഷെല്ലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ദീർഘദൂര സ്മാർട്ട് വെപ്പണുകളും വിവിധ തരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകൾ എന്നിവയാണ് ഇന്ത്യ വാങ്ങുക. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തങ്ങളുടെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തെളിയിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ സൈനിക ബലാബലത്തിലെ ഈ മേൽക്കോയ്മ തുടരാനാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യ വാങ്ങുന്നത്. ദീർഘദൂര ലോയിറ്ററിംഗ് മ്യൂഷിനറുകളുടെ മികവ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തോടെ ഇന്ത്യക്ക് ബോധ്യമായിട്ടുണ്ട്. തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ സ്വകാര്യ ആയുധ നിർമ്മാതാക്കളിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ആയുധങ്ങൾ ഇനിയും വാങ്ങിയേക്കുമെന്നാണ് വിവരം. എന്തായാലും ഇനി ഇന്ത്യയെ കയറിച്ചൊറിഞ്ഞാൽ പാകിസ്ഥാൻ തവിട് പൊടിയാകുമെന്ന് വ്യക്തം.